അടുപ്പൊന്നും കത്തിക്കേണ്ടാത്ത രീതിയിലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് മാങ്ങാച്ചാറിന്റെ റെസിപ്പി ആട്ടാ. ഓണമൊക്കെ ഇവിടെ വാതുക്കെ എത്തി നിൽക്കല്ലേ. അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് ഇതാ ഈ ഒരു എളുപ്പച്ചാറായിക്കോട്ടെ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മാങ്ങയായിട്ട് എടുത്തിരിക്കണേ. അതിന്റെ തൊലിയോടുകൂടി തന്നെ വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മ. എന്നിട്ട് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി അധികം സമയമൊക്കെ ഉണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെച്ചോ. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു മാങ്ങയിൽ നിന്ന് നല്ലോണം കൂടി വെള്ളം ഇറങ്ങി കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 3/4 ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയും അതേപോലെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയോട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ എരിവിനുള്ള പച്ചമുളകും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതേപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ടാണ് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുമ്മി എടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ഉപ്പും പുളിയും എരിവും ഒക്കെ നമ്മുടെ മാങ്ങയിലോട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പിടിക്കുള്ളേ. ഈ ഒരു അച്ചാറിലോട്ട് ഇനി വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടാ. ഇനി ഇതുണ്ടല്ലോ ഇതങ്ങനെ ഇരിക്കുന്തോറും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടാ. പിന്നെ ഇതങ്ങനെ ഒരുപാട് ദിവസം പുറത്തൊന്നും വെക്കരുത്, കേടായിപ്പോവും. ഒരു 2 ദിവസം മാക്സിമം ഒക്കെ പുറത്തിരുന്നോളും. എന്നിട്ടും അച്ചാർ